ഹായ്, അപ്പോൾ നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. നമ്മൾ അരിയൊന്നും ചേർക്കാതെ സൂപ്പറായിട്ടുള്ളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ നമുക്ക് 1 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പെടുക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പെടുത്തിട്ടുണ്ട്. അതിൽ നേരെ 1/2 കപ്പ് നമ്മൾ ഉഴുന്ന പരിപ്പെടുത്ത് നന്നായി കഴുകി നമ്മളൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് രാവിലെയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഉഴുന്നിനെ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന പോലെ ഉഴുന്നും പരിപ്പും കൂടി നന്നായിട്ട് ഒന്ന് അരച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഒരു 3 മണിക്കൂറിന് ശേഷം ഇത് നല്ല പോലെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി കുതിർത്ത് വെച്ച് അരക്കുന്ന പോലെ, അരി ഉഴുന്നൊക്കെ അരക്കുന്ന പോലെ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്കിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇഡ്ഡലിത്തട്ടിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഇഡ്ഡലിയായി ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇഡ്ഡലി ഇങ്ങനെ ഒഴിച്ച് വെച്ച് നമ്മൾ ഡയറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഇഡ്ഡലിയാണ്. ഇതേ ബാറ്റർ കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇതിൻ്റെ ഈ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട്. പിന്നെ നമുക്ക് ഇതിൽ ക്യാരറ്റോ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇഡ്ഡലി എടുത്ത് നോക്കിയേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറുപയറിൻ്റെ പരിപ്പും ഉഴുന്ന പരിപ്പും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 1 മണി പോലും നമ്മളിതിൽ അരി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാനുള്ള മടി കാരണം രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പയർ കറിയും പിന്നെ ചമ്മന്തിപ്പൊടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഇഡ്ഡലി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഇഡ്ഡലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.